ഹായ് എവരിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പ്രെഡ്ഷീറ്റും ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്ക് എങ്ങനെയാണ് സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നത്, അതിലെങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെയുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഹൗ വി ക്യാൻ ഓപ്പൺ ദി സ്പ്രെഡ്ഷീറ്റ്? വി ക്യാൻ ഓപ്പൺ ദി സ്പ്രെഡ്ഷീറ്റ് ഫ്രം സ്റ്റാർട്ട് മെനു. ദിസ് ഈസ് അവർ സ്റ്റാർട്ട് മെനു or Windows button. Click on that and you will have the more apps button. From there, which option we need to select? Microsoft Excel 2010. Click on that option. Excel will open. Wait for some time to open that one. So Excel is opening. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തന്ന ടെക്സ്റ്റ് ബുക്ക് ഇമേജസൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് മിസ് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാർട്സൊക്കെ ഇതിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സൽ. നമ്മൾ പഠിച്ച പാർട്സൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഈ കാണുന്ന ടാബുകളൊക്കെയാണ് ടാബ്സ് എന്ന് പറഞ്ഞ് ഈ കാണുന്ന ഓപ്ഷൻസ് ഉണ്ടോ, ഇതാണ് നമ്മുടെ ടാബ്സ്. ഓക്കെ, ഇനി ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത് ഈ ഏരിയയാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഓക്കെ, ഇത് നമ്മുടെ വർക്ക്ഷീറ്റ് ഇതുണ്ടോ, ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3, ഇങ്ങനെ എത്ര ഷീറ്റ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഈ റെഡി എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ സ്റ്റാറ്റസ് ബാർ. ഓക്കെ, പിന്നെ നമുക്കിതിൽ അത്യാവശ്യമായിട്ട് വേണ്ട പോർഷൻ ഏത്, ഇതാണ് നമ്മുടെ നെയിം ബോക്സ്. ഇപ്പോൾ കണ്ടോ, ഈ കാണുന്നതാണ് കോളം, ഇങ്ങനെ വരുന്നതാണ് റോ. Column will named with the alphabets and row will named with the numbers. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഹൊറിസോണ്ടലി പോകുന്നതാണ്, ഇങ്ങനെ പോകുന്നതാണ് റോ, വെർട്ടിക്കലി വരുന്നതാണ് കോളംസ്. ഇത്ര മനസ്സിലായല്ലോ. നമ്മൾ ഏത് സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, ദിസ് ഈസ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദി കോളം ആൻഡ് റോ. ദിസ് വൺ ഈസ് കോൾഡ് സെൽ. സോ whenever we are clicking one cell, the corresponding address of that particular cell will displayed in the നെയിം ബോക്സ്. ഇതാണ് നമ്മുടെ നെയിം ബോക്സ്. ഉണ്ടോ, ഈ ആരോ നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ നെയിം ബോക്സ് ഒന്ന് കാണിക്കും. എവിടെ ക്ലിക്ക് ചെയ്താലും ഓട്ടോമാറ്റിക്കലി ആ സെല്ലിൻ്റെ പേര് ഈ നെയിം ബോക്സിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ പേര് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഒരു സെൽ സെലക്ട് ചെയ്യുക. ആദ്യം അതിന് കൊടുക്കുന്നത് കോളം നെയിം, ദെൻ റോ നമ്പർ. സോ നെയിം ഓഫ് ദീസ് പെർട്ടിക്കുലർ സെൽ വിൽ ബി B2. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് സെൽ? The column name is F, row is 7. The name of this cell or the address of this cell will be F7. കണ്ടോ, നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്താലും ആ കറസ്പോണ്ടിങ് അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ നെയിം ബോക്സിൽ വരും. മനസ്സിലായോ? ഇതാണ് എൻ്റെ ആദ്യത്തെ പാർട്സ്. ഇനി നമുക്കിതിൽ ഡേറ്റാസ് എങ്ങനെ എൻറ്റർ ചെയ്യാമെന്ന് നോക്കാം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, നമ്മുടെ വർക്ക്ഷീറ്റിൻ്റെ 3 വ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ഏതൊക്കെയായിരുന്നു ആ വ്യൂ? ഈ കാണുന്നതാണ് ആ വ്യൂസ്. നോർമൽ വ്യൂ, പേജ് ലേഔട്ട് വ്യൂ, പേജ് ബ്രേക്ക് പ്രിവ്യൂ. ഇതാണ് നമ്മുടെ 3 വ്യൂസ് പ്രസൻറ്റ് ഇൻ ദി മൈക്രോസോഫ്റ്റ് എക്സൽ. ഓക്കെ, ഇനി നമുക്ക് ഡേറ്റാസ് എൻറ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ഡേറ്റാസും എൻറ്റർ ചെയ്യുവാണ്. നമുക്ക് റോൾ നമ്പർ, ഒരു നെയിം വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ടേബിൾ നമുക്കിവിടെ എൻറ്റർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഹെഡിങ്, സെക്കൻഡിൽ നമുക്ക് സബ്ജക്റ്റ് എന്ന് കൊടുക്കാം, സബ്ജക്റ്റ്. ഇനി നെക്സ്റ്റ് ഈ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടാബ് അടിക്കുക, താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏത് ബട്ടൺ അടിക്കണം? എൻ്റർ ബട്ടൺ അടിക്കാം. ഇപ്പോൾ ഞാനിവിടെ ടാബ് അടിച്ചിട്ട് നെക്സ്റ്റിലേക്ക് പോവുകയാണ്. ഹിയർ ഐ ആം എൻറ്ററിങ് ആസ് മാർക്സ്. നെക്സ്റ്റ് ഐ ആം എൻറ്ററിങ് maximum marks. In the next cell I am centering the maximum mark. Okay, now I am entering the subjects: English, Hindi, SS,
science, maths. Okay, now I am entering the marks. 77, 89, 90, 96, 92. Okay, next maximum marks will be obviously 100. So I am adding 100 in every columns. എനിക്ക് 100 വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ കോളത്തിലും 100 ഓട്ടോമാറ്റിക്കലി മനസ്സിലായോ? അതെവിടെയാണ്? ഈ ബട്ടണാണ് അൺഡു കേട്ടോ. സെയിം നമ്പറാണ് നമുക്ക് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ സെയിം നമ്പർ ഇപ്പോൾ 100 തന്നെയാണ് എല്ലാ കോളത്തിലും വരേണ്ടതെങ്കിൽ ആ സെല്ല് സെലക്ട് ചെയ്യുക. കോർണറിൽ കൊണ്ടുവരുമ്പോൾ ഒരു പ്ലസ് സിമ്പിൾ വരും. അതിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എവിടം വരെ വേണം ഡ്രാഗ് ചെയ്യുക. ദ സെയിം നമ്പർ വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദി എൻ്റയർ സെൽസ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റാസ് എൻ്റർ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്പേഴ്സ് വിൽ ഓൾവേസ് അലൈൻ ടു ദി റൈറ്റ് ആൻഡ് ദി ലെറ്റേഴ്സ് വിൽ അലൈൻ ടു ദി ലെഫ്റ്റ്. മനസ്സിലായോ? ഇതിൽ നമ്മൾ സബ്ജക്റ്റ്, മാർക്ക്, മാക്സിമം മാർക്ക് എന്നൊക്കെ എഴുതുന്ന വേർഡ്സ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എല്ലാം എപ്പോഴും ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കും. നമ്പേഴ്സ് ആണെങ്കിൽ അത് റൈറ്റ് അലൈൻഡ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ എക്സൽ ഷീറ്റിൽ ഡേറ്റാസ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സൽ ഷീറ്റ് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ കീയിൽ പ്രസ് ചെയ്യുക, എയിൽ പ്രസ് ചെയ്യുക. കണ്ടോ, ആ ഫുള്ള് കോളം ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവും. കൺട്രോൾ പ്ലസ് എ, ഈ ഷോർട്ട് കട്ട് കീസൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. കൺട്രോൾ പ്ലസ് എ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്താണ് സെലക്ഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും സെലക്ട് ചെയ്താൽ മതി. ഇനി നമുക്കൊരു പെർട്ടിക്കുലർ റോ സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു റോയിൽ കൊണ്ടുവന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ആ റോ സെലക്റ്റഡ് ആവും. കോളം സെലക്ട് ചെയ്യണമെങ്കിൽ ആ കോളത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആ കോളം സെലക്റ്റഡ് ആവും. ഓക്കെ, ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട്, കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റോ റൈറ്റ് ആരോ കീ. കൺട്രോളും ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്തിട്ട് ഏതെങ്കിലും ആരോ കീ കൊടുത്താൽ അത് മുകളിലോട്ടോ ഡൗണിലോട്ടോ ഒക്കെ എന്ന് പറഞ്ഞാൽ സെലക്ട് ആവും. ഇങ്ങനെ ഏത് കോളം വേണമെങ്കിലും നമുക്ക് സെലക്ട്. ടെക്സ്റ്റ് ബുക്കിലുണ്ടോ, നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. അല്ലെങ്കിൽ കൺട്രോൾ എ കൊടുക്കുക, അല്ലെങ്കിൽ ഈ സൈഡിൽ കൊണ്ടൊന്ന് വേണ്ട റോ സെലക്ട് ചെയ്യാം, ഇങ്ങനെ കോളം സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയാലോ? ഇനി നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പം ഞാനിവിടെ സയൻസിന് SSCI എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. എനിക്ക് ആ കോളം ഒന്ന് എഡിറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഞാൻ ആദ്യം ആ എഡിറ്റ് ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. ഒന്നെങ്കിൽ നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന ഫോർമുല ബോക്സ് ഉണ്ടോ ഇവിടെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. നമുക്ക് എളുപ്പം ഏതാണ്, ഇവിടെ തന്നെ അങ്ങ് എഡിറ്റ് ചെയ്യാം. ആ സെല്ല് സെലക്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ENCE എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി എൻ്റർ ചെയ്ത് പോയ ഡേറ്റാസ് നമുക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ചേർക്കാൻ പറ്റും. ക്ലിയർ? ഇത്ര മനസ്സിലായല്ലോ? പിന്നെ അൺഡു റീഡു നിങ്ങൾക്കറിയാലോ. നമ്മളിപ്പം ചെയ്ത ആക്ഷൻസ് വേണ്ട, പഴയ പോലെ തന്നെ മതി എന്നുണ്ടെങ്കിൽ അൺഡു ബട്ടൺ പ്രസ് ചെയ്യുക. അല്ല, മറ്റേത് പഴയത് നമ്മൾ ചെയ്ത ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ ഇതാണ് റീഡു ബട്ടൺ പ്രസ് ചെയ്യുക. സോ ദിസ് ഈസ് ദി അൺഡു ആൻഡ് ദിസ് ഈസ് ദി റീഡു. ഓക്കെ, ഇതല്ലാതെ ഷോർട്ട് കട്ട് കീസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കൺട്രോൾ പ്ലസ് Z പ്രസ് ചെയ്യാം, കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ് ബട്ട് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഇഷ്ടംപോലെ 2-3 ഓപ്ഷൻസ് വീതം അൺഡുവിനും റീഡുവിനും ഉണ്ട്. പക്ഷെ നോർമലി നമ്മൾ ഈ 2 ഓപ്ഷൻസാണ് ചൂസ് ചെയ്യുക. ഈ ആരോസാണ് നമ്മൾ നോർമലി വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു റോ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എനിക്കിപ്പോൾ സയൻസ് എന്ന് എൻ്റർ ചെയ്യുന്നതിന് അവിടെ ഒരു റോയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എവിടെയാണോ റോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ റോ ആദ്യം സെലക്ട് ചെയ്യുക. ഈ റോ സെലക്ട് ചെയ്യുക. മൊത്തം വേണ്ട, ഈ റോ മാത്രം. 100 പോയല്ലേ, 100. ഈ റോ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് വേണം? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ഓപ്ഷൻസ് വരും. എൻ്റെ റോ വേണോ, സെൽസ് ഡൗൺ വേണോ, ഷിഫ്റ്റ് സെൽസ് റൈറ്റ് ആണോ, ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ്. എനിക്കിപ്പോൾ റോ ഇൻസേർട്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ റോ എന്ന് കൊടുക്കാം. കണ്ടോ, ഓരോ റോ ഓട്ടോമാറ്റിക്കലി ആഡായി വരും. മനസ്സിലായോ? ഇതുപോലെ തന്നെ ഞാൻ ഇതൊന്ന് അൺഡു ചെയ്യുവാണ്. ഇതുപോലെ തന്നെ നമുക്ക് കോളം സെലക്ട് ചെയ്യാം. എവിടെയാണോ വേണ്ടത് ആ കോളം സെലക്ട് ചെയ്യുക,
റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് എൻ്റയർ കോളം ഓപ്ഷൻ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. കണ്ടോ ഒരു കോളം ഇൻസേർട്ടായിട്ട് വന്നത് മനസ്സിലായോ? ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അല്ലാതെ വേറൊരു വഴി കൂടെ ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ റോ സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്, കണ്ടോ? ആ ടാബ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ തന്നെ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇൻസേർട്ട് കൊടുക്കുക, എൻ്റെ റോ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് റോയും കോളമും ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത്ര മനസ്സിലായല്ലോ. നമ്മൾ എന്തൊക്കെ നോക്കി? ഡേറ്റാസ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഏത് സൈഡിലാണ് ഡേറ്റ വരുന്നത്, നമ്പേഴ്സ് എൻ്റർ ചെയ്യുമ്പോൾ ഏത് സൈഡിലാണ് ഡേറ്റ വരുന്നത്, ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇൻസേർട്ട് കോളം കണ്ടു, ഇൻസേർട്ട് റോയും കണ്ടു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇൻസേർട്ടിങ് സെൽ ഓർ സെൽസ്. സെയിം ആണ്, സെല്ലെന്ന് പറഞ്ഞാലും റോ എന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് വേണമെങ്കിലും അതിൽ ഇൻസേർട്ട് ചെയ്യാം. ഇതുപോലെ റോയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, കോളവും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എവിടെയാണോ കോളം വേണ്ടത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇൻസേർട്ട് റോ ആണെങ്കിൽ കോളം കൊടുക്കുക, റോ ആണെങ്കിൽ റോ കൊടുക്കുക, കോളം ആണെങ്കിൽ കോളം കൊടുക്കാം. ഞാനിവിടെ തെറ്റിച്ചൊരു വേർഡ് നേരത്തെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ ഇഫ് ഐ നീഡ് ടു ഡിലീറ്റ് ദിസ് റോ, എങ്ങനെ ഡിലീറ്റ് ചെയ്യും? ഡിലീറ്റ് ചെയ്യേണ്ട റോ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ഓപ്ഷൻ കണ്ടോ, ഡിലീറ്റ് പ്രസ് ചെയ്യുക. എൻ്റയർ റോ നമുക്ക് ഡിലീറ്റ് ചെയ്യണ്ടേ, എൻ്റെ റോ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഡിലീറ്റ് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനും പഠിച്ചല്ലോ അല്ലേ? എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു. ഇതുപോലെ തന്നെ കോളവും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒരു കോളം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. വെറുതെ ഒരു കോളം ഞാനിങ്ങനെ ബൈ മിസ്റ്റേക്കിൽ ഞാനിങ്ങനെ എൻ്റർ ചെയ്ത് പോയി. സോ ഇഫ് ഐ നീഡ് ടു ഡിലീറ്റ് ദിസ് കോളം സെലക്ട് ദിസ് കോളം, ദെൻ റൈറ്റ് ക്ലിക്ക്. ഇനി ഏത് ഓപ്ഷൻ എടുക്കണം? ഡിലീറ്റ് ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഏത് ഓപ്ഷൻ എടുക്കണം? എൻ്റയർ കോളം. ദെൻ എൻ്റയർ കോളം വിൽ ബി ഡിലീറ്റഡ്. മനസ്സിലാകും? ഇങ്ങനെയാണ് ഇൻസേർഷനും ഡിലീഷനും. ഓക്കെ, ഇനി നമുക്ക് കോപ്പി ആൻഡ് പേസ്റ്റ് എങ്ങനെ നോക്കാം. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്താണോ വേണ്ടത് ആ റോ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ പേസ്റ്റ് കൊടുക്കുക. കണ്ടോ? ഇങ്ങനെയാണ്. 2 പ്രാവശ്യം സെലക്ഷൻ കൊടുത്താൽ അത്രയും പ്രാവശ്യം അത് വരും. ഒരു റോ മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം കൊടുക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. സെലക്ട് ചെയ്യുക, കോപ്പി കൊടുക്കുക, ഇത്ര എവിടെയൊക്കെ വേണോ ആ റോസ് നമ്മൾ കോപ്പി ചെയ്ത് വരേണ്ട ഓപ്ഷൻസ് പ്ലേസ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. ഇതാണ് കോപ്പി ആൻഡ് പേസ്റ്റ്. ഇനി മൂവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് സെലക്ട് ചെയ്തതിന് പകരം കോപ്പി എടുത്തതിന് പകരം നമ്മൾ എന്തെടുക്കണം? മൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഈ റോ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മൂവാണ് നമ്മൾ എടുക്കേണ്ടത്. മൂവ് എന്ന ഓപ്ഷൻ ഡയറക്റ്റ് വരില്ല. സോ വി ഹാവ് ടു സെലക്ട് ദി ഓപ്ഷൻ കട്ട് ചെയ്തിട്ട് എങ്ങോട്ടാണോ വരേണ്ടത് ആ റോ സെലക്ട് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് എൻ്റയർ റോ ഡിലീറ്റ് ചെയ്തിട്ട് ന്യൂ ഡെസ്റ്റിനേഷനിൽ മാത്രമേ നമ്മളിപ്പോൾ കോപ്പി ചെയ്ത കാര്യം കാണാൻ പറ്റുള്ളൂ. പിടിയിട്ടോ? ഓക്കെ, ഇനി ഇതിൽ 2 കാര്യങ്ങൾ കൂടിയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, നമുക്ക് എൻ്റയർ ഷീറ്റ്, അതായത് ഈ ഫുൾ ഡേറ്റാസ് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഡേറ്റാസ് സെലക്ട് ചെയ്യാം. എൻ്റെ കേഴ്സർ ശ്രദ്ധിച്ചോണേ. നമ്മുടെ കേഴ്സർ പ്ലസ് സിമ്പിൾ ഇങ്ങനത്തെ ആയിരുന്നു. ഇത് നമ്മൾ ടോപ്പിലോട്ടോ കോർണറിലോട്ടോ ഒക്കെ നീക്കുമ്പോൾ ഇതുപോലൊരു സിമ്പിൾ വരും. അത് 4 ആരോസുള്ള ഒരു സിമ്പിൾ വരും. അപ്പോൾ എന്ത് ചെയ്യണം? അതിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. കണ്ടോ? അപ്പോൾ അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ കേഴ്സറിൻ്റെ സിമ്പിൾ മാറിയതുകൊണ്ടോ
എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ടത് അങ്ങോട്ട് പ്ലേസ് ചെയ്യാം. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ടേബിൾ മൂവ് ചെയ്യുന്നതിനുള്ള വഴി. പിന്നെ ഇവിടെ നിന്ന് എനിക്ക് സെയിം പൊസിഷനിലോട്ട് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അൺഡു കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് വേറെ പൊസിഷനിലേക്കാണ് മാറ്റേണ്ടിയിരുന്നതെങ്കിൽ വീണ്ടും ആ എൻ്റെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. ഈ കേഴ്സറിനെ ഈ ഒരു ഷേപ്പിൽ വരുമ്പോൾ മൗസ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. പിടിയിട്ടോ? ഇങ്ങനെയാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കണ്ടൻസാണ് ഇതിലുള്ളത്. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഓട്ടോഫിൽ. എന്താണ് ഓട്ടോഫിൽ? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഷീറ്റിലേക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓട്ടോഫിൽ. ഞാൻ നേരത്തെ 100 എന്ന് പറയുന്ന വാല്യൂ ഫില്ല് ചെയ്ത് തന്നില്ലേ? സെയിം പ്രൊസീജിയറാണ് ഓട്ടോഫിൽ എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് 1 then 2 അങ്ങനെ 1 2 3 നമുക്ക് 10 വരെ വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സെൽസിൻ്റെ ഡിഫറൻസ് എന്താണോ അതനുസരിച്ചാണ് ബാക്കി ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ നമുക്ക് 1 ആണ് നമ്മുടെ എൻ്റർ ചെയ്ത് വരേണ്ട വാല്യൂസിൻ്റെ ഡിഫറൻസ് എങ്കിൽ നമ്മൾ ആ 2 സെല്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ മൗസിനെ ഈ സെലക്ട് ചെയ്ത സെൽസിൻ്റെ കോർണറിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനൊരു പ്ലസ് സിമ്പിൾ നമുക്ക് വരും. അതിൽ മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് എവിടം വരെ വേണോ അവിടം വരെയും ഡ്രാഗ് ചെയ്യുക. കണ്ടോ? 1 2 3 4 5 6 7 8 9 വരെ പോകുന്നു. ഇനി ഒരെണ്ണം കൂടെ വേണമെങ്കിൽ 10. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും 1 2 3 മാത്രമേ പറ്റുള്ളൂ എന്നല്ല. ഇപ്പോൾ ഞാൻ 2 then 4 ആണ് ടൈപ്പ് ചെയ്യുന്നതെന്നെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഈ 2 സെല്ല് സെലക്ട് ചെയ്യുക, കോർണറിലേക്ക് കൊണ്ടുവരിക, ഡ്രാഗ് ചെയ്യുക. കണ്ടോ? 2 4 6 എത്രയാണോ നമ്മൾ 2 സെൽസ് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് അതനുസരിച്ച് ഡേറ്റാസ് എൻ്റർ ചെയ്ത് വരും. ഇനി നിങ്ങൾക്ക് 1 1 അല്ലെങ്കിൽ സെയിം വാല്യൂ തന്നെ, നേരത്തെ നമ്മൾ 100 പ്രിൻറ്റ് ചെയ്ത പോലെ സെയിം വാല്യൂ തന്നെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? 1 എന്നില്ലെങ്കിൽ ഒരു കോളത്തിൽ 1 കൊടുക്കുക, എന്നിട്ട് അതിങ്ങനെ ഡ്രാഗ് ചെയ്യുക. 1 വരും. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. എന്താണോ ഫസ്റ്റ് സെൽ 2 സെൽസിൻ്റെ ഡിഫറൻസ് അതനുസരിച്ചുള്ള വാല്യൂസ് എൻ്റർ ചെയ്ത് വരും. 1 3 2 ആണ് ഇപ്പോൾ ഡിഫറൻസ് എങ്കിൽ എന്താണ്? ഈ 2 സെല്ല് സെലക്ട് ചെയ്യുക, ഇവിടം വരെ വേണോ ഡ്രാഗ് ചെയ്യുക. കണ്ടോ? ഇതാണ് ഓട്ടോഫിൽ. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഓട്ടോഫില്ലിൻ്റെ സിമ്പിൾ എപ്പോഴും ഓർത്ത് വെച്ചാണ് ഒരു പ്ലസ് സിമ്പിളാണ് ഓട്ടോഫില്ലിൽ വരുന്നത് കേട്ടോ. നമുക്ക് എന്ത് ഡീറ്റെയിൽസാണോ ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്ത് വരേണ്ടത് ആ 2 സെൽസിൻ്റെ വാല്യൂ എപ്പോഴും കൊടുക്കുക. എന്നിട്ട് ആ 2 സെല്ല് സെലക്ട് ചെയ്യുക, കോർണറിലേക്ക് മാറ്റുമ്പോൾ ഒരു പ്ലസ് സിമ്പിൾ കിട്ടും. ആ സിമ്പിൾ എവിടം വരെയാണോ നമുക്ക് വേണ്ടത് അവിടം വരെയും ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഓട്ടോഫിൽ ഓപ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സലിൽ പഠിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് നോക്കുക. ഇഫ് യു ക്യാൻ പ്രാക്ടീസ് അറ്റ് യുവർ ഹോം, അതർവൈസ് വി വിൽ പ്രാക്ടീസ് അറ്റ് സ്കൂൾ വെൻ യു കം ബാക്ക്. നെക്സ്റ്റ് ഇയറിലൊക്കെ നമ്മൾ സെയിം ഡീറ്റെയിൽസൊക്കെ പഠിക്കും, ഇതിൻ്റെ അഡ്വാൻസ്ഡ് കാൽക്കുലേഷൻസൊക്കെ പഠിക്കും. അപ്പോൾ നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ എപ്പോൾ സ്കൂൾ തുറന്ന് നിങ്ങൾ വരുന്നു അപ്പോൾ നമുക്കിത് ലാബിൽ ചെയ്ത് നോക്കാം. വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവർ ചെയ്ത് നോക്കാം, അല്ലാത്തവർ വിഷമിക്കേണ്ട, സ്കൂളിൽ വരുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തേക്കുള്ളത്. താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച്.